ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഇന്ന് വരയ്ക്കാൻ പോണത് ഭാസിയാണ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളി. ഹോമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കഥാപാത്രം കേട്ടോ. ഒരു നിഷ്കളങ്കമായ ഒരു കഥാപാത്രം. അത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നി ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ. ഒരു പ്രത്യേക ഇതൊരവസ്ഥ. ഇതും ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അതായത് ജസ്റ്റ് നമ്മൾ ഒരു ഐഡിയയിൽ അങ്ങ് വരച്ച് നീങ്ങണയാണ്. ഓക്കെ, എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ മാക്സിമം അത് നമ്മൾ മെനക്കെടുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും എനിക്ക് തോന്നിയേക്കാൻ ഞാൻ രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഒന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരച്ചു പോകുന്ന അവസ്ഥയുണ്ട്. പിന്നെ ഒന്ന് എന്താ പറയുക, നമ്മുടെ വലുതിൽ നിന്ന് വലിയ മുഖത്തിൻ്റെ ഔട്ടറൊക്കെ വരച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പോകുന്നു, നമ്മുടെ ചെറുതിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ കണ്ണുകളിൽ ലാസ്റ്റ് വരയ്ക്കുന്ന കണ്ണ്, അങ്ങനെ ഇതുണ്ട്. കണ്ണും മൂക്കും വായൊക്കെ ലാസ്റ്റ് വരയ്ക്കുന്നൊരു തീമുണ്ട്. എൻ്റെ ഒരു സജഷൻ എപ്പോഴും ബെസ്റ്റ് എനിക്ക് തോന്നിയേക്കണം ആദ്യം കണ്ണും മൂക്കും വായും വരയ്ക്കാനാണ്. അപ്പോൾ നമുക്കൊരു അലൈൻമെൻറ്റ് കിട്ടും. നമ്മുടെ ഉള്ളിലെ പെർഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പിക്ചർ കറക്റ്റായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഔട്ടറെല്ലാം വരച്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ചെറിയ സ്പേസിൽ തന്നെ സ്പേസ് ചെറുതായി പോയ എന്തെങ്കിലും ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് ഇത് നമ്മൾ ടൈമിൽ നോക്കിയിട്ട് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ ചെറുതാക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരച്ചിട്ട് എന്നിട്ട് ഔട്ടർ അതനുസരിച്ച് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എൻ്റെ ഒരു സജഷനാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വെച്ച് ചെയ്യുന്നതല്ല. ഓക്കെ, പിന്നെ ഇതെൻ്റെ ഒരു പ്രൊഫഷണൽ ഇതല്ല കേട്ടോ. എന്താ പറയുക, എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് എൻ്റെ ഒരു നമ്മളോരോ ആഗ്രഹങ്ങളുണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ വരയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻബിൽഡായിട്ട് വരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ചിലവർ പറയും എനിക്ക് അഭിനയിക്കാനാണ് ഭയങ്കര താല്പര്യം എന്നൊക്കെ പറയണം. അങ്ങനത്തെ ഒരു ഇത്. അതുകൊണ്ട് വലിയ ഭയങ്കര പെർഫെക്ഷൻ, ഭയങ്കര എക്സ്പേർട്ട് ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന പോലെ ഒന്നും, അതൊക്കെ കുറേ വർഷങ്ങളെടുക്കുമായിരിക്കും ചാൻസ്. ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു ഇതാണ്. ഈ തപസ് പോലെയൊക്കെ എടുത്ത് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഭയങ്കര ഹാർഡ് ഇതായിട്ട് ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരും വരച്ചെടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി തൃശ്ശൂരാണ് താമസിക്കുന്നത്. അവിടെ ഇങ്ങനെ ഈ ഗാലറികളിലൊക്കെ ജസ്റ്റ് ഞാൻ പോയി വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര നമുക്ക് തന്നെ തോന്നും ഭയങ്കര ടഫായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ. മെനക്കെടും മണിക്കൂറുകളോളം അതിനുള്ളിൽ പ്രയത്നിച്ച് കിട്ടുന്ന ഒരു ഇതുണ്ട്. അത് ഓരോരുത്തരുടെ കഴിവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് സമ്മതിച്ചേ പറ്റൂ. അതിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ. കുറേ നേരം ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ. പിന്നെ ഈ
നമ്മൾ ഈ ചില ആൾക്കാർ ഭയങ്കര ഈ സ്ട്രെസ്സായിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളത് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ ലൈഫ് കുറച്ച് സ്ട്രെസ്സായിട്ടുള്ള മേ ബി ജോബിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏർപ്പെട്ട് നിൽക്കുന്നത് കുറച്ച് നന്നായിരിക്കും. ഈ ഡിപ്രഷൻ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് വരാവുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും ആരെങ്കിലും മോശമായൊരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മൾ ടെൻസ്ഡായി ഡിപ്രസ്ഡായിട്ട് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് എൻ്റെ പരിധി തന്നെ ഉണ്ട്. കുറച്ച് അവരങ്ങനെ പറഞ്ഞ് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. പക്ഷേ അത് കുറേയൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലവർക്ക് നല്ലോണം മലയാള അക്ഷരങ്ങൾ എഴുതാനറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ ഇഷ്ടംപോലെ ചെറുകഥകൾ ഇഷ്ടംപോലെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ചെറിയ എഴുത്തുകാരനൊക്കെ ആവാൻ പറ്റുന്നു എൻ്റെ ഒരു തോന്നലുണ്ട്. എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ പിന്നെ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. എൻ്റെ സംബന്ധിച്ച് ഇത്തിരി ഒരു മൈൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരുമ്പോൾ ഞാൻ കൂടുതലും വരയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വരയ്ക്കുമ്പോൾ ഒരു മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വരും. അത് ഓരോരുത്തർ ടേസ്റ്റാണ് കേട്ടോ, എനിക്കറിയില്ല. ഇങ്ങനെ ചിലവർക്ക് ഡാൻസ്, ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഇതൊക്കെ മാറും. ഫിസിക്കലി ഏതെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ ഏർപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റായിട്ട് നിൽക്കും. നമ്മുടെ ഹെൽത്ത് പരമായിട്ട് ഞാൻ പറഞ്ഞു ഹെൽത്ത് പരമായിട്ട് ടെൻഷനിലേക്ക് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഈ ഡിപ്രഷൻ എന്ന സംഭവം പെട്ടെന്ന് വരാവുന്നതാണ്. ഏത് മനുഷ്യനും നിസ്സാര കേസിന് പോലും വന്ന് കയറാനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് കഴിവതും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇപ്പോൾ ഏകദേശം ബാസിയെ പോലെ ആയോ? എനിക്ക് നല്ലതായിട്ടില്ല. ഇങ്ങനെ വരച്ച് തന്നെ കുറച്ച് ക്ഷമയോടെ നിൽക്കണം. ബാസ് നല്ലൊരു നടനാണ് കേട്ടോ. എനിക്ക് ചില പടങ്ങൾ ഇതിലൊക്കെ നല്ല കണ്ടു. പിന്നെ എന്താണെന്ന് അറിയില്ല, പുള്ളി പെട്ടെന്നൊരു ഡൗണിലേക്ക് പോയതെന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. പല കാരണം ഉണ്ടാവില്ല. പലരും പറയണ എന്തൊക്കെയോ അഡിക്ഷൻ്റെ ഇതിലാണ്. എന്തായാലും നോക്കുന്നില്ല, ഓരോരുത്തർ അതുപോലെ ഇരിക്കും. അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയാനായില്ല. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഔട്ടർ കുറച്ച് വരയ്ക്കണം കേട്ടോ. ഔട്ടർ കുറച്ച് രീതി വരക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റഫായിട്ടുള്ള ഇതാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതല്ല ശരിക്കും ഒരാളുടെ ഒരു ഫേസിൽ വരുന്നത്. അയാളുടെ മൈന്യൂട്ട് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് അത് വരച്ച് കാണിക്കാൻ പറ്റണം. അതാണ് ശരിക്കുള്ളൊരു പോർട്രേറ്റൊക്കെ വരയ്ക്കുന്ന ഒരു ഇത് ഉണ്ടാണ്. പിന്നെ പെൻസിൽ ഡ്രോയിങ് ആകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാരണം ഈ ഡാർക്ക് ഇത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ ഇതുണ്ടാവുമായിരിക്കാം, ഒരു ചെറിയൊരു സ്പാർക്ക് പോലെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കണ്ടുപോകാനും ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. അത് എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. ഏത് പ്രായത്തിലെ ആളാണെങ്കിലും ശരി, അത് മസ്റ്റായിട്ട് ഉള്ളിലുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്കൊരു എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് ഇതുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി എന്നാൽ.